C# ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻ്റ് ഒരു കൺസെപ്റ്റിലേക്കാണ് കിടക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? നമ്മൾ റിയൽ വേൾഡിൽ, അതായത് നമ്മൾ വേൾഡിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമുക്കിപ്പം എൻ്റെ മുന്നിൽ ഒരു ബോളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു ടേബിളുണ്ട്, അല്ലെങ്കിൽ ഒരു കാറുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു വീടുണ്ട്. ഇതൊക്കെ ഓരോ ഒബ്ജക്റ്റുകളാണല്ലേ, ഓരോ വസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ നമ്മൾ ഓരോ പെർട്ടിക്കുലറായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ, വേർതിരിക്കാൻ ഇരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ആക്കി മാറ്റിയിട്ട് നമ്മളതിനൊരു ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്? ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാമിംഗ് പാരാഡിം ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്. നോർമലി ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ പല ഒബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ, ഒരു സ്കൂളിലെ ഫീസ് അടക്കുന്ന സിസ്റ്റം ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ മറ്റേ സ്റ്റാഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒബ്ജക്റ്റാണ് അല്ലേ. നോൺ ടീച്ചിങ് സ്റ്റാഫ് അതിൽ കാറ്റഗറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അസറ്റ്സ് അവിടുത്തെ ഒരു ഒബ്ജക്ട്സുകളാണ്. അതായത് കസാര, മേശ, കമ്പ്യൂട്ടർ, മറ്റുള്ള എല്ലാ വസ്തുക്കളും. അപ്പോൾ അങ്ങനത്തെ ഒബ്ജക്റ്റുകളാക്കി തിരിച്ചുകൊണ്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്ത് ചെയ്യും, ഡാറ്റ ഉണ്ടാവും, കോഡും ഉണ്ടാവും. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രത്യേക വിവരങ്ങൾ അല്ലെങ്കിൽ വാല്യൂ ശേഖരിക്കുന്നതിന് ഡാറ്റ. അപ്പോൾ ഡാറ്റ ഉണ്ടാവും. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ മാർക്ക് അവിടെ ഡാറ്റയാണ് അല്ലേ. കോഡ് എന്ന് പറഞ്ഞാൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സമ്മ് കാണുന്ന എന്താണ്, കോഡാണ്. പക്ഷെ ആ മാർക്കുകൾ ഇപ്പം മാർക്ക് 1, മാർക്ക് സയൻസിൻ്റെ മാർക്ക്, മാത്സിൻ്റെ മാർക്ക്, അതൊക്കെ എന്താണ്, ഡാറ്റയാണ്. ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പ്രത്യേക സ്ട്രക്ചറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ്, അതിനെ നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ എടുക്കും, അതാണ് ഒബ്ജക്റ്റ്, അതായത് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ചില സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ കോപ്പി നമ്മൾ റിസൾട്ടായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം വേറൊരാൾക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അയാൾ അതിൻ്റെ കോപ്പി എടുത്തിട്ട്, ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിനി കൂടുതൽ, കുറച്ച് കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ക്ലാസ് ഈസ് എ ബ്ലൂപ്രിന്റ് ഓഫ് ടെംപ്ലേറ്റ് ഓർ ടെംപ്ലേറ്റ് ഫ്രം വിച്ച് ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. അതായത് ടെംപ്ലേറ്റ് ആണ് ഒബ്ജക്റ്റിൻ്റെ, ക്ലാസിൻ്റെ, അതായത് ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? അതായത് ക്ലാസിൻ്റെ കോപ്പികളാണ് ബാക്കിയെല്ലാം, നമ്മൾ ഒബ്ജക്റ്റുകളെല്ലാം എടുക്കുന്ന ക്ലാസിൻ്റെ കോപ്പി ആയിട്ടാണ്. ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും. ഫങ്ഷൻസ് ആണ് നമ്മൾ കോഡ് എന്ന് പറഞ്ഞില്ല നേരത്തെ, അതായത് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഡാറ്റ സൂക്ഷിച്ച് വെക്കുക. അതായത് കുട്ടികളുടെ മാർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും പ്രോപ്പർട്ടിയിൽ. നമ്മളിപ്പോൾ മാർക്ക് അങ്ങനെ പേരിടും പ്രോപ്പർട്ടി. നമ്മളെ വേരിയബിളിന് ഈക്വൽ ആയിട്ടുള്ള കാര്യം തന്നെ പ്രോപ്പർട്ടി. അതൊരു ഡാറ്റ ഹോൾഡ് ചെയ്യും. ഡാറ്റ അതിലേക്ക് കൊടുക്കാനും അതിന് എടുക്കാനും നമുക്ക് പറ്റും. അതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ തന്നെ. ഇത് കണ്ടോ, അപ്പോൾ ഒരു ക്ലാസ് ആണിത്. പക്ഷേ ഒബ്ജക്റ്റ് മൾട്ടിപ്പിൾ ആണ്. അതായത് ഇതേ ക്ലാസ്സിലുള്ള എല്ലാ ഡാറ്റയുടെയും എല്ലാ ഫങ്ഷണാലിറ്റിയുടെ ഒരു കോപ്പിയാണ് ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അതാണ് ഒബ്ജക്റ്റ്. ഇതിൽ നമ്മളെല്ലാം വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ റിസൾട്ടാണ് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. ആ റിസൾട്ടാണ് തിരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് ഒരു C# ഒരു ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ പേരെന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണല്ലേ. സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്, സ്റ്റുഡൻറ്റ്, പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് കണ്ടോ. സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ഡിക്ലെയർ ചെയ്യും. പബ്ലിക് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലാസ് സ്റ്റുഡൻറ്റ്, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ സിൻടാക്സ് ആണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല റൂൾ ഉണ്ടെന്ന്, അതിൻ്റെ സിൻടാക്സ് ആണ് ക്ലാസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ക്ലാസ് സ്റ്റുഡൻറ്റ്, പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് കണ്ടോ. ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് സിൻടാക്സ് ആണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു കർലി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സ്ട്രിങ് ഫസ്റ്റ് നെയിം അല്ലേ, വേരിയബിൾ കണ്ടോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്മിഷൻ നമ്പർ, ഏജ് കണ്ടോ. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർട്ടികളാണ് ആ ക്ലാസ്സിനകത്ത്. ഓക്കെ, ഇനി ഒരു മെത്തേഡ്, അതായത് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിങ് ഗെറ്റ് ഫുൾ നെയിം.
ഇതിനകത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്താൽ ഫുൾ നെയിം തിരിച്ച് കിട്ടുന്നത്. ജസ്റ്റ് സാമ്പിൾ കൊടുത്തതാണ്. ഇങ്ങനെ എന്ത് കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻസും അതിനകത്ത് ഉണ്ടാവും. പബ്ലിക് സ്ട്രിങ് ഗെറ്റ് ഫുൾ നെയിം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ആദ്യത്തെ പേര് കൊടുത്തു, രണ്ടാമത്തെ പേര് കൊടുത്തു, അകത്ത് കയറിയിട്ട് ഇത് രണ്ടും ആഡ് ആക്കിയിട്ട്, അതായത് ഇവിടെ പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് രണ്ടും കൂടിയിട്ട് വരും. കണക്ക് കൂട്ടലല്ല, ആ രണ്ടും അപ്പൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് വരും. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ആ വിളിച്ച സ്ഥലത്തേക്ക് റിസൾട്ട് കൊടുക്കും. ഇതിപ്പോൾ ക്ലാസ് ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് വേറെ സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ് ഫുൾ നെയിം ഈക്വൽ ടു ഫസ്റ്റ് ക്ലാസ് നമുക്ക് വേറെ സ്ഥലത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ക്ലാസ്സിനെ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ക്ലാസ്സിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒബ്ജക്റ്റിനെ. ആ കോപ്പിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന സിൻടാക്സ്, അത് ഉണ്ടാക്കുന്ന റൂളാണ് ഇങ്ങനെ. ക്ലാസ്സിൻ്റെ പേര് നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് ഇവിടെ കൊടുത്തില്ലേ, സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ഇത് വെറുതെ ഒബ്ജക്റ്റിന് ഒരു പേരുണ്ടാക്കിയതാണ്. ഒബ്ജക്റ്റ് സ്റ്റുഡൻറ്റ്, OBJ സ്റ്റുഡൻറ്റ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ്. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടുക. ഇതാണ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ്, ഒരു കോപ്പി നമ്മൾ ഉണ്ടാക്കി. ഈ കോപ്പിയിൽ നിന്ന് നമുക്ക് എല്ലാ ഡാറ്റ എടുക്കുകയും ചെയ്യാം, എല്ലാ ഡാറ്റയിലേക്കും വാല്യൂ കൊടുക്കുകയും ചെയ്യാം, എല്ലാ ഫങ്ഷണാലിറ്റി യൂസ് ചെയ്യുകയും ചെയ്യാം. ആ ക്ലാസ്സിനകത്ത് കണ്ടോ, പബ്ലിക് എന്ന് കൊടുത്തിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം നമുക്ക് ആ പുറത്ത് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആവും. ഇനിയിപ്പോൾ OBJ സ്റ്റുഡൻറ്റ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂസ് എല്ലാം വരും, ആ ഫങ്ഷനും കിട്ടും. ഇപ്പം ഞാൻ സ്ട്രിങ് ഫുൾ നെയിം ഈക്വൽ ടു OBJ സ്റ്റുഡൻറ്റ് ഡോട്ട് ഗെറ്റ് ഫുൾ നെയിം, അതായത് ആ ഫങ്ഷനാലിറ്റീനെ ഇവിടെയുള്ള ഈ ഫങ്ഷനെ ഞാനിവിടെ കോൾ ചെയ്തു. അതിൽ ശരത് മോഹൻ സെപ്പറേറ്റ് കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് ശരത് മോഹൻ ഉണ്ടോ, ജോയിൻ ആയിട്ട് വരും. ഇപ്പോൾ ഇതാണ് ഒരു ക്ലാസ് എന്ന കൺസെപ്റ്റ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഡാറ്റേനെ കാറ്റഗറൈസ് ചെയ്ത് ഒരു കോമൺ പോയിന്റിലേക്ക് വെച്ചേക്കാണ്, കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് എവിടെ ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നടത്തിയിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട കൊടുക്കും, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. സ്റ്റോർ ചെയ്യേണ്ടത് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ രൂപത്തിൽ നമ്മളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി അവിടെ സ്റ്റാഫ് വന്ന് സ്റ്റാഫിൻ്റെ പേരിൽ വേറെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ഇതിനെല്ലാം കോമൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതുമായ ഒരു വേറെ പ്ലേസ് ഉണ്ടാവും, ഒരു കോമൺ ക്ലാസ് ഉണ്ടാവും, ഒരു മെയിൻ ഫങ്ഷണാലിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക. അതിനകത്താണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കോൾ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് ഇപ്പോൾ സിയിലൊക്കെ പറയുകയാണെങ്കിൽ മെയിൻ മെത്തേഡ് എന്ന് പറയും. ആ മെയിൻ മെത്തേഡാണ് ഡിഫാൾട്ട് നമ്മൾ സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ എക്സിക്യൂട്ട് ആവുക. അപ്പോൾ അതിനകത്താണ് ഇതൊക്കെ വിളിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുകൊടുത്താൽ അത്, സ്റ്റുഡൻറ്റിൻ്റെ കൊണ്ടെടുത്താൽ അത്, അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ക്ലാസ്സും ഒബ്ജക്റ്റും പഠിച്ചു. ഇനി ഞാൻ കുറച്ചധികം കടന്നു പോകുന്നു, കാരണം പ്രാക്ടിക്കൽ സെഷനിലേക്ക് പെട്ടെന്ന് കടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചുരുക്ക സമ്മറി വഴിയാണ് ഇത് പോകുന്നത്. ഇനി C# എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമ്മൾ ജസ്റ്റ് അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പോവാണ്. എന്താണ് C#? C# is a modern general purpose programming language that can be used to perform a wide range of tasks and objectives that span over a variety of professions. അതായത് കുറേ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പല പ്രൊഫഷൻസിന് നമ്മൾ പല കാര്യം ക്രിയേറ്റ് ചെയ്യാൻ. C# is primarily used on the Windows .NET framework, although it can be applied to an open source platform. C# .NET framework എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലാകാത്തവരുണ്ടാവും, കൂടുതൽ പോകുമ്പോൾ മനസ്സിലാകും. ഇത്ര മനസ്സിലാക്കിയാൽ .NET ഫ്രെയിംവർക്ക് എന്ന സാധനത്തിനകത്താണ് C# എന്ന് പറഞ്ഞ ലാംഗ്വേജ് എക്സിക്യൂട്ട് ആവുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. although it can be applied to an open source platform. അതുപോലെ ഓപ്പൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് പറയുന്നത്. ഇനി ഒരു സാമ്പിൾ ക്ലാസ് C# ഒരു സാമ്പിൾ ക്ലാസ് ആണ്. കണ്ടോ, ഇതിനകത്ത് ക്ലാസ് ഉണ്ട്, ഇതിനകത്ത് ബോഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാമ്പിൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മുകളിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടോ. യൂസിങ് സിസ്റ്റം, യൂസിങ് എന്താണിതെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്ത് ചെയ്യും, ഇതിനെ നമ്മൾ പറയുന്നത് നെയിം സ്പേസ് എന്നാണ്. ഈ ആദ്യം എഴുതിയിരിക്കുന്ന സാധനമാണ് നെയിം സ്പേസ്. നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നെയിം സ്പേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് എ സെറ്റ് ഓഫ് ക്ലാസ്സസ്. അതായത് സെറ്റ് ഓഫ് ക്ലാസ്സസിന് എന്ത് ചെയ്യുന്നു, കുറേ ക്ലാസ്സുകൾ നമ്മൾ ഗ്രൂപ്പാക്കും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ആ ഗ്രൂപ്പിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ യൂസിങ് എന്ന് പറഞ്ഞു കൊടുക്കും. യൂസിങ് system.txt. അപ്പോൾ അതൊരു നെയിം സ്പേസ്. അതിനകത്ത്
ഈ സിസ്റ്റം ഡോട്ട് ടെക്സ്റ്റിനകത്ത് കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ, ഈ ഫയൽ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇത് C# ഡീഫാൾട്ടായിട്ട് തുറക്കുമ്പോൾ ഈ യൂസിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഈ മൈക്രോസോഫ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ക്ലാസ്സുകളുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കുറേ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. നെയിം സ്പേസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്യും. സപ്പോസ് വി ഹാവ് സെവറൽ ക്ലാസ്സസ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ ഡ്രോയിങ്. ഇപ്പോൾ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു നെയിം സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് ഡ്രോ സർക്കിൾ, ഡ്രോ റെക്റ്റാങ്കിൾ, ഡ്രോ ലൈന്, കളറ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത് ചിലപ്പോൾ സിസ്റ്റം ഡോട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞ പേരിലായിരിക്കും ആ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നെയിം സ്പേസ് ഇവിടെ ഇത്രയും നെയിം സ്പേസുകളിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ താഴെ ഒരു നെയിം സ്പേസ് പ്ലേ ഗ്രൗണ്ട് എന്ന് കണ്ടോ? ഇത് നമ്മൾ ഈ ക്ലാസ് ഇരിക്കുന്ന നെയിം സ്പേസ് ആണത്. ഈ ക്ലാസ്സിൽ ഇതിൽ നമ്മൾ എത്ര ക്ലാസ്സിന് എഴുതിയാലും പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ നെയിം സ്പേസ് ഉപയോഗിക്കണം. ഇതിനിപ്പോൾ നമുക്ക് വേറൊരു ഫയലിൽ ഇതിലെ ഈ മെത്തേഡിനൊക്കെ യൂസ് ചെയ്യണം വിചാരിക്കാം. അപ്പോൾ നമ്മൾ വേറൊരു ഫയലിൽ എന്ത് ചെയ്യണം? പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ നെയിം സ്പേസ് നമ്മളവിടെ യൂസിങ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് എല്ലാ മെത്തേഡും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നെയിം സ്പേസുകളാണ്. നെയിം സ്പേസിനകത്താണ് ക്ലാസ്സുകൾ കിടക്കുന്നത്, മനസ്സിലാക്കുക. ഇത് നമ്മളെ ക്ലാസ് ഇപ്പോൾ കിടക്കുന്നത് ഈ നെയിം സ്പേസിനകത്താണ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്ലാസ്. ഇതിനെ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഈ നെയിം സ്പേസ് വെച്ചിട്ട് യൂസിങ് കൊടുത്തിട്ട് പിന്നെ അകത്ത് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്ത പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലേ അത്. ഇനി ഒരു സ്ട്രക്ചർ, C# ഒരു കോഡിങ്ങിൻ്റെ സ്ട്രക്ചറാണ് റെഫറിങ് അതർ നെയിം സ്പേസ്. മറ്റുള്ള നെയിം സ്പേസ് ഇവിടെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നെയിം സ്പേസ്, ക്രിയേറ്റിംഗ് നെയിം സ്പേസ്. പ്ലേ ഗ്രൗണ്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന നെയിം സ്പേസ്. പബ്ലിക് ക്ലാസ് മെമ്പർ ഓർ പ്രോപ്പർട്ടി, ഇത് ക്ലാസ്സിലെ മെമ്പറുകളും പ്രോപ്പർട്ടികളുമാണ്. ഇതൊരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഈ ക്ലാസ്സിനകത്ത് ഉണ്ടാവും. ഇതിന് കൺസ്ട്രക്ടർ എന്നൊക്കെ പറയാം. അത് പിന്നീട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫംഗ്ഷനും ഇതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എഴുതുക. അപ്പോൾ ഫംഗ്ഷനകത്ത് പാസ് ചെയ്ത പാരാമീറ്ററിനെ നമ്മൾ ക്ലാസ്സിൻ്റെ പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഓതർ, ദിസ് ഡോട്ട് ഓതർ ഈക്വൽ ടു ഓതർ. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ തന്നെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ് ദിസ് ഡോട്ട്. ഇപ്പം വേറെ ക്ലാസ്സിൻ്റെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ട് അടിച്ചിട്ടാണ് കിട്ടുക. മെമ്പർ ആണെങ്കിലും മെത്തേഡ് ആണെങ്കിലും. പക്ഷേ ദിസ് ഡോട്ട് പറയുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ തന്നെ ആൾക്കാരെ കിട്ടാനാണ് ദിസ് ഡോട്ട് അടിക്കുന്നത്. ഇതാണ് ഒരു C# കോഡിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഫയലിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫങ്ഷൻസ് പഠിച്ചു. എന്താണ് ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞില്ല, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് കോഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അത് നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ അത്രയും കോഡ് എഴുതുന്നതിന് പകരം അതിനെ കോൾ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂകൾ മാറ്റി കൊടുത്താൽ അത് കിട്ടും. ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഓരോ കാറ്റഗറികളും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഫംഗ്ഷനുകളും അതിൻ്റെ വാല്യൂവും ഡാറ്റയും കോഡും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അത് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചു അല്ലേ? മുകളിൽ നെയിം സ്പേസ് ഉണ്ടാവും. ക്ലാസ്സിൻ്റെ ഉദ്ദേശിച്ചത് C# ഒരു ഫയലിൻ്റെ സ്ട്രക്ചറാണ്. നെയിം സ്പേസ് ഉണ്ടാവും. പിന്നെ വേറെ നെയിം സ്പേസ് യൂസ് ചെയ്ത പേരുകൾ മുകളിലുണ്ടാവും. താഴെ നമ്മളുടെ നെയിം സ്പേസിൻ്റെ പേരുണ്ടാവും. നെയിം സ്പേസിനകത്ത് നമ്മുടെ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ക്ലാസ്സിനകത്ത് നമ്മളെ പ്രോപ്പർട്ടികൾ, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ നമ്മളെ കോഡുകൾ, എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡുകൾ ഉണ്ടാവും ഫംഗ്ഷനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. കുറച്ച് ഓവർലോഡ് ആണോ എന്ന് സംശയമുണ്ട്. പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ഇനി കൂടുതൽ നല്ല കാര്യങ്ങളായിട്ട് പോകുന്നു. മറ്റുള്ള പല എപ്പിസോഡുകളും വരും. ഓക്കെ, ബൈ ബൈ.